വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. വയനാട് വെറ്ററിനറി കോളേജിൽ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ SFIക്കാർ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടും ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ കൈക്കൊള്ളാത്തതിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനപ്രകാരം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM മനീഷ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ കോളേജുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികൾ ചേട്ടന്മാർ നമ്മളെല്ലാം ചെറിയ രീതിയിൽ റാഗ് ചെയ്യുകയും നമ്മുടെ പേര് ചോക്കുകയും നമ്മുടെ പേരിനനുസൃതമായി നമ്മളെ കളിപ്പിക്കുകയും എല്ലാം ഉണ്ടാകും. പക്ഷേ എന്താണ് ഈ വെറ്റിനറി കോളേജിൽ നടന്നത്? ഒരു ഇന്ത്യൻ പൗരന് ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കാലത്തും സംഭവിക്കാൻ പറ്റാത്ത രീതിയിൽ വിവസ്ത്രനാക്കി നഗ്നനാക്കി നിർത്തിക്കൊണ്ട് മണിക്കൂറുകൾ, ദിവസങ്ങൾ, രാത്രികൾ അദ്ദേഹത്തെ കോളേജിനകത്ത് വെച്ച് മർദ്ദിക്കുക മാത്രമല്ല, ആ ക്യാമ്പസിനകത്തുള്ള മുഴുവൻ കുട്ടികളെയും കൊണ്ടുവന്ന് അവനെ മർദ്ദിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും മർദ്ദിച്ചതിന് ശേഷം വളരെ സങ്കടത്തോടുകൂടി അവിടെ നിന്ന് കടന്നുപോയ ആ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ അവരുടെ കാര്യങ്ങളും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു. എന്താണോ കമ്മ്യൂണിസ്റ്റേ, നിങ്ങൾക്ക് നേരം വെളിച്ചാകുന്നില്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത്തരം ക്യാമ്പസുകളിലും ഈ നാട്ടുകളിലും ഈ ഗ്രാമാന്തരങ്ങളിൽ എത്ര പാവങ്ങളുടെ ചോരയാണ് നിങ്ങൾ കുടിച്ചത്? ആ ചോര കുടിച്ച് മതിയാകാതെ ആ സിദ്ധാർത്ഥന്റെയും ചോര നിങ്ങൾ കുടിച്ചു കഴിഞ്ഞോ? അത് കഴിഞ്ഞ് സിദ്ധാർത്ഥനെ കൊല ചെയ്തതിന് ശേഷം കേരളത്തിലെ നാണം കെട്ട 2 മന്ത്രിമാർ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അടുത്ത് പോയി പറയുകയാണ്, നിങ്ങളുടെ കുട്ടിയെ കൊല ചെയ്തതല്ല കേട്ടോ, നിങ്ങളുടെ കുട്ടിക്ക് വേറൊരു പ്രേമ നൈരാശ്യമുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായി സംഭവിച്ചതായിരിക്കാം. സ്വാഭാവികമായും 18 പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ. ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറയുകയാണ്, ആ വിഷയത്തിലുള്ള പ്രിൻസിപ്പാളും ആ കോളേജിലെ ഉദ്യോഗസ്ഥനായ ശ്രീ MK നാരായണനും കുറ്റക്കാരല്ലെന്ന്. എങ്ങനെ? നമ്മുടെ നാട്ടിൽ മന്ത്രിയാണോ ഇതെല്ലാം നിശ്ചയിക്കുന്നത്? നമ്മുടെ നാട്ടിൽ മന്ത്രിമാരാണോ ഇത്തരം കേസുകളെ പറ്റി പരിശോധിക്കുന്നത്? ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തല ഉയർത്തി നടക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള SFIയുടെ പ്രവർത്തനം നമ്മൾ പല തവണ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം അങ്ങ് വയനാട്ടിൽ വെറ്റിനറി കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥൻ കഴിഞ്ഞ 16, 17, 18 ദിവസങ്ങളായി 3 ദിവസങ്ങളിലായി 4 സ്ഥലങ്ങളിൽ വെച്ച് മാനസികമായി ഉടുതുണി ഊരിക്കൊണ്ട് അങ്ങനെ മർദ്ദിച്ച് ഒരു പ്രാകൃതമായ രീതിയിലുള്ള മർദ്ദനം കൊണ്ട് ആ അദ്ദേഹത്തെ തല്ലി ചതച്ച് കെട്ടിത്തൂക്കിയ ഒരു സംഭവമാണ് ഉണ്ടായത്. പക്ഷേ കേരളം ഇന്ന് ഒന്നടങ്കം നോക്കിക്കാണുന്നത് മാത്രമല്ല, ആ കെട്ടിത്തൂങ്ങിയതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി SFIക്കാരനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരനും ഒരു ഫ്ലെക്സ് വെച്ചു. സിദ്ധാർത്ഥൻ SFIക്കാരനാണ്, ആ സിദ്ധാർത്ഥൻ SFIക്കാരനായ സിദ്ധാർത്ഥനെ കൊന്നവനെ കണ്ടുപിടിക്കണം, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആ കുടുംബത്തെ മാത്രമല്ല കേരള സമൂഹത്തെ മാത്രം നാണം കെടുത്തിയ SFIക്ക് നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകൾ. DCC ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, P സുലൈമാൻ, KP ഷാജി, C ഉണ്ണികൃഷ്ണൻ, മോഹനൻ പാറത്തൊടി, വിനോദ് പന്തലാടി, PK കൃഷ്ണൻകുട്ടി, സന്തോഷ് ചെറിയാൻ, PA അച്ഛൻകുഞ്ഞ്, സുദേവൻ പള്ളത്ത്, സുരേഷ് കലാമണ്ഡലം, പ്രദീപ് നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCV ന്യൂസ് ചേലക്കര.